ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പ്രത്യേകിച്ച് നമ്മുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കി ലൈറ്റ് തെളിഞ്ഞ് കാണുന്നതാണ് എൻ്റെ വീട്. എൻ്റെ വീട് നമ്മുടെ രാജക്കാടാണ്, നമ്മുടെ ഗ്രാമത്തിലുള്ള എൻ്റെ ചെറിയ വീടാണിത്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എൻ്റെ മാരേജാണ്. അപ്പോൾ നമ്മുടെ തലേന്നത്തെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഈവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ക്രിസ്ത്യനിലെ ഞങ്ങളുടെ ഇതിൻ്റെ എന്ന് വെച്ചാൽ ജ്ഞാനായക്കാരെന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പം നിങ്ങൾ പകുതി ഒത്തിരി ആൾക്കാർക്കും ഇപ്പം എൻ്റെ സെറ്റിലാണെങ്കിൽ പോലും അവർക്ക് ജ്ഞാനായക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ. അപ്പം ഞാനിങ്ങനെ ഇത് പറഞ്ഞതല്ല. അപ്പം അതിൽ കുറേ അധികം നല്ല ചടങ്ങുകളുണ്ട്. അപ്പം ആ ചടങ്ങുകളൊക്കെ നിങ്ങൾക്ക് അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാനത് എങ്ങനെയാണെന്ന് എൻ്റെ ചടങ്ങുകൾ വരെ നിങ്ങളെ കാണിക്കാനായിട്ടാണ് സ്പെഷ്യലായിട്ട് ഇന്നൊരു എപ്പിസോഡ് എടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ലൊക്കേഷനിൽ നിന്നാണെങ്കിലും കുറേ പേര് വരാനുള്ള പ്ലാനിങ് ആയിരുന്നു. അത് പെട്ടെന്ന് ഷൂട്ട് വന്ന കാരണം അവർക്ക് വരവ് നടന്നില്ല. അപ്പോൾ അവരെ എല്ലാവരും കൂടി കാണിക്കാനായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ആദ്യത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ നല്ല സപ്പോർട്ടായിരുന്നു തന്നെ കേട്ടോ. നിങ്ങൾ എല്ലാവരുടെയും എടുത്ത് വന്ന് ലൈവിൽ വന്ന് ഒരു നന്ദി പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാലോ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ തലേന്നാണ് നമ്മൾ ആ വീഡിയോ ഇട്ടത്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കറക്റ്റ് 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്നിനുള്ള ടൈം കിട്ടിയില്ല. അറിയാലോ, നമ്മൾ മാരേജ് ആകുമ്പോൾ നമ്മൾ തന്നെ എല്ലാത്തിനും ഓടി നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ ആ സെയിം അവസ്ഥയിലായിരുന്നു. അപ്പം ഇത് ഇന്ന് ബിനുവും അവരെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് നമ്മൾ ഒരു ഇൻട്രോ ഇങ്ങനെ എടുക്കുന്നത് ഇതിനെപ്പറ്റി. ഈ ചന്തം ചാർത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് നമ്മുടെ മുമ്പുള്ള ആൾക്കാർ മുതൽ ഇങ്ങനെ ആചരിച്ച് വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ജ്ഞാനായ സഭയിൽ. അത് കല്യാണത്തിൻ്റെ സാധാരണ തലേന്നാണ് ഇത് വെക്കുന്നത്. പെണ്ണിൻ്റെ വീട്ടിലാണെങ്കിൽ അതിന് പറയും മൈലാഞ്ചിയിടൽ എന്ന് പറയും. അപ്പം നമുക്കിതിന് മെയിനായിട്ടുള്ള ഇതിന് 1-2 പരികർമ്മികൾ വരും. അതുപോലെ തന്നെ നമുക്ക് മധുരം തരുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ ജ്ഞാനായ ഇതിൽ പ്രത്യേകിച്ച് കുറേ അടിപൊളി സോങ്സ് ഉണ്ട്. അപ്പം ആ സംഭവം കണ്ടി നിങ്ങൾക്ക് മൊത്തം ഞാൻ കാണിച്ചത്. ഇന്ന് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും കൂട്ടായ്മ മീൻസ് ഈ പ്രോഗ്രാമിനുള്ള. അപ്പോൾ ആ സംഭവം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്കിനി ചന്തചാർത്തിൽ കാണാം. എണ്ണ ലഭിക്കട്ടെ. ഇരിക്കുന്നതാണ് നമ്മുടെ നൂബിൻ്റെ വല്യമ്മച്ചി, പിന്നെ ഇതെൻ്റെ ആൻറ്റിമാർ, പിന്നെ പപ്പായും മമ്മിയും. അപ്പം എല്ലാവരും കൂടെ പുള്ളിനെ ആസ്വദിച്ച് നമ്മുടെ ചടങ്ങിലേക്ക് കിടക്കുന്നത്. ചേച്ചി എന്നാണ്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചന്തം ചാർത്തിൽ നിന്നുള്ള പരികർമ്മിമാർ, നമ്മുടെ മെയിൻ ടീമുകൾ, ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ നൂബിൻ്റെ കസിൻസിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ തലത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള അതിഗംഭീരമായ നമ്മുടെ പ്രോഗ്രാമിന് ഡാൻസ് കളിക്കാൻ വേണ്ടിയുള്ള പാട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. നാളത്തെ പ്രോഗ്രാമിന് ഡാൻസ് ചെയ്യാനായിട്ടുള്ള അവരുടെ ഒരുക്കങ്ങളാണ് കാണുന്നത്. എല്ലാവരും പൊളിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ഗസ്റ്റുകളെല്ലാം വന്നിട്ടുണ്ട്. ഫ്രണ്ടിലെ റോയിൽ തന്നെ നമ്മുടെ ബിന്നിയും അവരുടെ മമ്മിയും ഒക്കെ ഉണ്ട്. അവർ ചടങ്ങിനെ പറ്റിയിട്ട് അത് കാണാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോട് നിൽക്കുകയാണ്. നമ്മുടെ ചന്തം ചാർത്ത് പരിപാടി എങ്ങനെ ആണ് ഇതിൻ്റെ പരിപാടികളെന്നൊക്കെ. ആദ്യമായി കാവിരിക്കുന്ന ചടങ്ങാണ്. അതിനായി ജോസ്മിൻ ചേച്ചിയും ചിന്ന ചേച്ചിനെയും ക്ഷണിച്ചോളുന്നു. അടുത്തതായി വെള്ളവിരിക്കുന്നതിനായി അമ്മു ചേച്ചിയും കുഞ്ഞു ചേച്ചിയും ക്ഷണിച്ചോളുന്നു.
ഏതൊരു പരിപാടിക്കും മുൻപ് പ്രാർത്ഥന ആവശ്യമാണ്. അതിനായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിലാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാ രാജേശത്തെ മൂർത്തവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പരിശുദ്ധ മേലോളോട് ചോദിക്കുന്നു, നൂബിനെ ചന്തം ചേർത്തട്ടെ. പതിനേഴ് പരിശുദ്ധ മേലോട് ചോദിക്കുന്നു, നൂബിന് ചന്തം ചേർത്തട്ടെ. ശ്രദ്ധിക്കണേ പ്ലീസ്. നൂബിച്ചിന് ചന്തം ചേർത്താൻ ഞങ്ങൾ പോവുകയാണ്. ശ്രദ്ധിക്കേണ്ടവർക്ക് ശ്രദ്ധിക്കാം, അല്ലാത്തവർക്കല്ല. നൂബിച്ചിനെ എണ്ണ തേപ്പിക്കട്ടെ. പതിനേഴ് വയസ്സുള്ള മലയാളി ചോദിക്കുന്നു, നൂബിച്ചിന് എണ്ണ തേപ്പിക്കട്ടെ. ആരൊക്കെ കേട്ടാലും കേട്ടില്ലാലും വേണ്ടില്ല, നൂബിച്ചിന് എണ്ണ തേപ്പിക്കാൻ പോവുകയാണ്.
അടുത്തതായി അളിയന്മാർ ചേർന്ന് ചെറുക്കനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നു. ഞങ്ങൾക്കുള്ള കൂലി തന്നു വിടേണ്ടതാണ്. പ്ലീസ്. കിട്ടാനുള്ളത് കിട്ടാണ്ട് ഞങ്ങൾ പോകൂല. സഹിക്കണേ പ്ലീസ്. ഇച്ചപ്പാട് കൊടുക്കുന്ന ചടങ്ങാണ്. അതിനുള്ള അവകാശങ്ങളെ ക്ഷണിക്കുന്നു. മാനാത്തരംഗം നൽകിയിട്ട് ജോണി ലോമിനി ദമ്പതികളുടെ മകൻ നോവിൻ ജോണിക്ക് മധുരം കൊടുക്കട്ടെ. നമ്മുടെ കുഞ്ഞുമാവയ്ക്ക് മധുരം കൊടുക്കട്ടെ. എന്തായാലും മധുരം കൊടുക്കാൻ പോവുക. എല്ലാം രക്ഷയില്ല, കൊടുത്തോട്ടെ.